കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ ആഗ്രഹിച്ച 4 നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിലെ അണിയറ സംസാരം. പക്ഷേ അതിൽ 3 പേർക്ക് മത്സരിക്കേണ്ടി വന്നു. അതിലൊരാൾ തോറ്റു. ഒരു കാരണവശാലും മത്സരിക്കരുത് എന്ന് ആഗ്രഹിച്ച മറ്റൊരാൾ കഷ്ടിച്ച് ജയിച്ചു. അങ്ങനെ ഫലത്തിൽ മത്സരിക്കരുത് എന്ന് ആഗ്രഹിച്ച 4 പേരിൽ 2 പേർ വിജയിച്ച എംപിമാരായി, 2 പേർ കോൺഗ്രസ് നേതാക്കളായി തന്നെ തുടരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കോൺഗ്രസിലെ അണിയറ സംസാരമാണ്. ഈ സംസാരത്തിൽ വ്യക്തമാക്കുന്ന ആ 4 പേർ കൊടിക്കുന്നിൽ സുരേഷ്, കെ മുരളീധരൻ, ടി എൻ പ്രതാപൻ, പിന്നെ അടൂർ പ്രകാശുമാണ്. എന്തുകൊണ്ടാണ് ഇവർ 4 പേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ ആഗ്രഹിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം എന്നുള്ളതുകൊണ്ട്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന UDF മന്ത്രിസഭ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർ 4 പേർക്കും മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവർ 4 പേരും സംസ്ഥാന മന്ത്രിമാരാണ്. ഈ ഒരു കണക്ക് കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേരും മത്സരിക്കാതിരിക്കാൻ താല്പര്യം കാണിച്ചത്. പക്ഷേ പഴയ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പിടിവാശിയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഇവർ 4 പേരെയും മത്സര രംഗത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ അതിനിടയിൽ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയതോടെ തൃശ്ശൂരിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടാവുകയും ഈ കൂട്ടത്തിൽ ടി എൻ പ്രതാപൻ ഒഴിവായി പകരം മുരളീധരന് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്തു. അവസാനം റിസൾട്ട് വന്നപ്പോൾ 2 പേർ ജയിച്ചു, ഒരാൾ തോറ്റു, ഒരാൾ ഒഴിവായി. ഈ ജയിച്ച 2 പേരിൽ ഒരാൾ, അതായത് നിലവിലെ UDF കൺവീനറായ അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചത് വെറും 684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ചിലപ്പോഴൊക്കെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നേടുന്ന ഭൂരിപക്ഷം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിളക്കക്കുറവുള്ള വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ UDF കൺവീനറായി സ്ഥാനമേൽക്കാനും അടൂർ പ്രകാശിന് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പ്രകടനം കാഴ്ചവച്ചിട്ടും തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വ്യക്തമായ മേധാവിത്വം പുലർത്താൻ അടൂർ പ്രകാശിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് അടൂർ പ്രകാശ് കോൺഗ്രസിന്റെ സംഘടനാ തലപ്പത്തേക്ക് എതിർപ്പുകളൊന്നുമില്ലാതെ കടന്നു വന്നത് എന്നതിനുത്തരമാണ് രാഹുൽ മാങ്കൂട്ടം യുവതിയെ ഗർഭിണിയാക്കി തുടർന്ന് ഗർഭഛിദ്രം നടത്തിയ സംഭവത്തിൽ അടൂർ പ്രകാശിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് CPM ഉണ്ടാക്കിയ കെണിയാണെന്നും അതിജീവിത CPMന് കിട്ടിയ ഇരയാണെന്നും അടൂർ പ്രകാശ് പരസ്യമായി പറഞ്ഞത് ആരും മറന്നു കാണില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇരയെ പറഞ്ഞു വിട്ടത് കഥ സൃഷ്ടിക്കാനാണെന്നും പുള്ളി പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് ഒരുവിധം പിടിച്ചു നിന്നപ്പോഴാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവന വരുന്നത്. അതോടുകൂടി കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലായി. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിജീവിതയെ അപമാനിച്ച അടൂർ പ്രകാശിൽ നിന്ന് മറ്റൊരു നികൃഷ്ടമായ പ്രസ്താവന പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി വിധി എത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചും അതിജീവിതയെ അപമാനിച്ചും കൊണ്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു അടൂർ പ്രകാശിൽ നിന്നും എത്തിയത്. കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ്. അതിപ്പോൾ ഞാൻ അല്ല, അതിന് സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി. കേരളം മുഴുവൻ കാതോർത്ത ഒരു സംഭവത്തിൽ, കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിജീവിതയുടെ ഭാഗത്ത് നിലയുറപ്പിച്ച സംഭവത്തിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തികച്ചും മനുഷ്യവിരുദ്ധമായ പ്രസ്താവനയാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ഉറപ്പാണ്. എന്നാൽ നിലവിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രസ്താവനയ്ക്ക് അടൂർ പ്രകാശ് നൽകാൻ പോകുന്നത് വലിയ വിലയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നേടാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ UDF, പ്രത്യേകിച്ചും UDFനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഇനി അഥവാ UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിക്കുകയാണെങ്കിൽ ആ തിരിച്ചടിയിലേക്ക് നയിച്ച ഒരു കാരണം വേണം. നമുക്കറിയാം, UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് തിരിച്ചടി ലഭിക്കാനുള്ള കാരണങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. 10 വർഷമായി സംസ്ഥാനത്ത് ഭരണമില്ലാത്തതുകൊണ്ട് മികച്ച ഭരണം കാഴ്ചവെച്ചെന്നോ കേന്ദ്രത്തിൽ വളരെ മികച്ച ഭരണമാണെന്നോ പറയാനുള്ള ഒരു സാഹചര്യമില്ല. ജനോപകാരപ്രദമായ യാതൊരുവിധ പരിപാടികളും ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല.
സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു സമരം നടത്തി വിജയിപ്പിച്ച സംഭവവും ഉണ്ടായിട്ടില്ല. ഇതൊന്നും പോരാഞ്ഞ് സർക്കാരിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം സത്യമാണെന്ന് തെളിയിക്കാനോ പിന്നീട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഒരു ചെറിയ അടയാളം പോലും രേഖപ്പെടുത്താതെയാണ് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി ഇപ്പോൾ നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയേറ്റാൽ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ചൂണ്ടിക്കാണിക്കാനുള്ളത്, ആ സംഘടനയെ തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എന്നാൽ 6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുതായിട്ടെങ്കിലും പ്രതീക്ഷ വയ്ക്കണമെങ്കിൽ നിലവിലൊരു ബലിയാടിനെ കോൺഗ്രസിന് ആവശ്യമാണ്. അങ്ങനെ ബലി നൽകാനുള്ള ആടായി മാറിയിരിക്കുകയാണ് തൻ്റെ പ്രസ്താവനകളിലൂടെ UDF കൺവീനർ അടൂർ പ്രകാശ്. ഡിസംബർ 13-നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്നത്. തെരഞ്ഞെടുപ്പ് വിധിയിൽ 3 മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു രീതി അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ലെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടക്കുന്നതെന്നൊരു കണക്കുകൂട്ടൽ UDFനുണ്ട്. ഏതു വിധേനയും ജനങ്ങളിൽ സ്വാധീനമുറപ്പിച്ച് വിജയം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDF ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള നീക്കങ്ങളാണ് UDF നടത്തുന്നത്. അതിനിടയിലാണ് UDF കൺവീനർ എന്ന നിലയിൽ ചില പ്രസ്താവനകൾ പാർട്ടിയെയും മുന്നണിയെയും ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അടൂർ പ്രകാശ് പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുകൾ ഉയർന്നിരുന്നു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പുറത്തു വരുന്നതിനു മുൻപ് KPCC വർക്കിംഗ് ചെയർമാൻമാരായി ഷാഫി പറമ്പിലിനെയും PC വിഷ്ണുനാഥിനെയും AP അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തിരുന്നു. അതിനൊപ്പം തന്നെ UDF കൺവീനറായി അടൂർ പ്രകാശും എത്തി. യഥാർത്ഥത്തിൽ ഇവരെല്ലാം അന്ന് VD സതീശനൊപ്പം ഒരു ടീമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടെ ഈ പറയുന്ന സമവാക്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും KPCCയെ നിയന്ത്രിക്കുന്ന ചരട് VD സതീശൻ്റെ കയ്യിൽ നിന്നും പോവുകയും VD സതീശനെ പ്രകോപിതനാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറണം എന്ന് VD സതീശൻ ആഗ്രഹിച്ചു എങ്കിലും ഒരു മാങ്കൂട്ടം അനുകൂല പ്രസ്താവനയുടെ പേരിൽ മാത്രം ചുമതലയേറ്റ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടപടിയെടുക്കുന്നത് ബുദ്ധിയല്ല എന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അതിജീവിതയെ അപമാനിച്ചുകൊണ്ടും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടും അടൂർ പ്രകാശ് പ്രസ്താവന നടത്തിയത്. ഇതോടെയാണ് അടൂർ പ്രകാശിനെതിരെ കടുത്ത തീരുമാനം കൈക്കൊള്ളാനുള്ള നീക്കങ്ങൾ VD സതീശൻ ആരംഭിച്ചതും. കോൺഗ്രസിൽ നിന്ന് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷാഫി പറമ്പിലിനെ മാറ്റി UDF കൺവീനറാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടൂർ പ്രകാശിനെ മാറ്റാനുള്ള നിർദ്ദേശം നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഷാഫി പറമ്പിലിനെ UDF കൺവീനറാക്കാനുള്ള നിർദ്ദേശം VD സതീശൻ മുന്നോട്ട് വച്ചത്. ഷാഫി പറമ്പിൽ UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒഴിവ് വരുന്ന KPCC വർക്കിംഗ് ചെയർമാൻ സ്ഥാനത്തേക്ക് T സിദ്ദീഖിനെ കൊണ്ടുവരാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. വരുന്ന 13-ന് ശേഷം ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിലെങ്കിലും UDFന് വീഴ്ച സംഭവിച്ചാൽ അത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവനയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്തുകൊണ്ടായിരിക്കും ഈ നടപടി നടപ്പിലാകുന്നത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് UDF കൺവീനർ സ്ഥാനം പുള്ളിക്കാരന് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ചെയ്യും. KPCC വർക്കിംഗ് ചെയർമാനായി 3 പേരിൽ ഒരാളായിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് മുസ്ലിം ലീഗുമായി എപ്പോഴും ബന്ധപ്പെടാനുള്ള സാഹചര്യമുള്ള UDF കൺവീനറായി മാറുക എന്നുള്ളത് ഷാഫിക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പരിഗണനയിലുള്ളതും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടൻ നടപ്പിലാക്കാൻ പോകുന്നതുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന ഏത് രീതിയിലാണ് കോൺഗ്രസിനെ ബാധിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം അതിലെ തെറ്റു മനസ്സിലാക്കി പുള്ളിക്കാരൻ ആ പ്രസ്താവന പിൻവലിക്കുകയും അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അത് ബാധിക്കുമോ എന്ന് ചോദിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയിലെ ജിമ്മി ജെയിംസ് അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അടൂർ പ്രകാശിന് സംഭവിച്ചത് നാക്കുപിഴയാണോ അതോ മറ്റു വല്ലതുമാണോ എന്ന്. ദിലീപിന് ശേഷം കുറ്റമുക്തനാക്കിയതിനു ശേഷം ഉയർന്ന രാഷ്ട്രീയ മേഖലയിലെയും ചലച്ചിത്ര ലോകത്തെയും സംഭവ വികാസങ്ങൾ വെട്ടിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി. വെട്ടിലാക്കി എന്ന് മാത്രമല്ല, ഒരു വല്ലാത്തൊരു ദിവസം അതിനുവേണ്ടി UDFനെ കൺവീനറെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പകുതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് തന്നെ പറയണം, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നേതാവ് വന്നെന്ന് പറയുകയാണ് ദിലീപിന് നീതി കിട്ടി. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വരിയാണ് പ്രധാനപ്പെട്ടത്. ഈ
നടിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിന് കോടതി വഴി നീതി കിട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം പിന്നെ ഒരു വരി കൂടെ പറയുന്നുണ്ട്, സർക്കാരിന് അപ്പീൽ പോകാം, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ കേസിൻ്റെ നാൾ വഴിയിൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും മോശമായി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകന്, എന്തൊരു സിനിമാ രംഗത്ത് നിന്ന് പോലും ഇങ്ങനെ അപമാനിക്കുന്ന അപഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. UDF കൺവീനറാണത്രേ. എങ്ങനെ പറയാൻ തോന്നുന്നു? ഓരോരോ വരിയായി എടുത്ത് നോക്കിയാൽ ശരിയാണ്, ദിലീപിന് കോടതി വഴി നീതി കിട്ടിയെന്ന് ദിലീപിന് തോന്നും. നിങ്ങളുടെ അഭിപ്രായം എന്താ? UDF അഭിപ്രായം എന്താ? കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? കേരളത്തിൽ നിന്നും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MP അഭിപ്രായം എന്താ? ദിലീപിനാണോ നീതി, അതോ ഈ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അനീതി കിട്ടിയെന്നാണോ? കേരളം മുഴുവൻ പറയാതെ പറയുന്നതും പരസ്യമായി പറയുന്നതും ഇത് പകുതി നീതി പോലും ആയിട്ടില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ UDF കൺവീനർ, അത് ചെറിയ പദവിയൊന്നുമല്ല, UDF കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കുളിച്ച് കുറിതൊട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദിലീപിന് നീതി കിട്ടി പോലും. എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഒരു സംവിധാനത്തെ, UDF പോലൊരു സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്? ഈ ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും നയിച്ച് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംവിധാനമാണെന്ന് ഓർക്കണം. ഇത് വന്നത് ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി കേട്ടോ. UDF ആളുകളൊക്കെ പല വഴിക്ക് ഓടുകയായിരുന്നു. ബോംബ് വീണപ്പോൾ ചെതറി പോകുന്നത് പോലെ നാട്ടുകാരൊക്കെ KPC പ്രസിഡന്റ് ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവ് വേറൊരു വശത്ത്, രമേശ് ചെന്നിത്തല മറ്റൊരു വശത്ത് ഞെട്ടിപ്പോയി. ഇവരെല്ലാവരും വന്നു നിന്ന് അങ്ങനെയല്ല, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഇതെല്ലാം പറഞ്ഞെങ്കിലും ആ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ചെവിയിൽ നിന്ന് മായാൻ ഒരുപാട് കാലമെടുക്കും. നിരുത്തരവാദപരമായ ഒരു തരത്തിലും ഒരു 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 സഹിഷ്ണുത എന്ന് പറയുന്നതിനപ്പുറം ഒരു ഇരയോട് തോന്നുന്ന ഒരു അനുഭാവം പോലും ഇല്ലാത്ത വളരെ നിർദ്ദയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി ഇന്ന് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ തനി സ്വഭാവം മനസ്സിലാകാനും അതനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് ദിവസമല്ലേ നല്ലത്.